എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഈവനിങ് സ്നാക്കായും അതുപോലെ ഡിന്നറായും ഗസ്റ്റ് വരുമ്പോഴും ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. ആദ്യം തന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ 1/2 കിലോ ബോൺലെസ് ചിക്കൻ ഇതുപോലെ കനം കുറച്ച് കട്ട് ചെയ്ത് നന്നായിട്ട് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ലെമണും പിഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാനായിട്ട് അടച്ച് വെക്കാം. സമയം ഉണ്ടെങ്കിൽ ഒരു അരമണിക്കൂറോളം വെക്കുക, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റെല്ലാം വെച്ചതിന് ശേഷം ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു അരമണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിതാ ഇതുപോലെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 4 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ അത്യാവശ്യം ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ അത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചു മറിച്ച് വിട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഒരു 2-3 പ്രാവശ്യം തിരിച്ചു മറിച്ച് വിട്ടിട്ട് ഇത് നന്നായിട്ട് ഫ്രൈ ആക്കി എടുത്താൽ മതി. ഒരു ഭാഗം അത്യാവശ്യം ഒന്ന് ഫ്രൈ ആയി വരുമ്പോൾ ഇതുപോലെ ആയി വരുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ 2-3 പ്രാവശ്യം തിരിച്ചു മറിച്ച് വിട്ടിട്ട് ഇത് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ തിരിച്ചു മറിച്ച് വിട്ടിട്ട് ചിക്കൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എടുത്തിട്ട് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ മുഴുവൻ ചിക്കനും എടുത്തു മാറ്റിയതിന് ശേഷം ഈ പാനിലേക്ക് തന്നെ, ഇതിലിപ്പോൾ ഓയിലൊന്നും ഇല്ല, അപ്പോൾ ഓയിലുണ്ടെങ്കിൽ നിങ്ങൾ ഓയിൽ ഒഴിച്ച് കൊടുക്കണ്ട. ഓയിലില്ലെങ്കിൽ ഈ ഒരു രീതിയിലാണ് ഉള്ളതെങ്കിൽ 1 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഞാനിതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ക്യാരറ്റ് കട്ട് ചെയ്തതും, കുറച്ച് കാബേജ് ചെറുതായിട്ട് കട്ട് ചെയ്തതും, ഒരു മീഡിയം സൈസിലുള്ള സവാള, ഒരു മീഡിയം സൈസിലുള്ള ക്യാപ്സിക്കം, 4-5 പച്ചമുളകും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പം വെജിറ്റബിൾസ് എല്ലാം ഇട്ടതിന് ശേഷം വെജിറ്റബിൾസിന് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും ഇട്ടിട്ട് ഒരു 1-2 മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് വഴന്ന് പച്ചക്കറി അങ്ങ് വെന്ത് പോവണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. അപ്പോൾ വെജിറ്റബിൾസ് എല്ലാം അത്യാവശ്യം ഒന്ന് വഴറ്റിയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വഴറ്റിയെടുക്കുക. ഒരുപാട് അങ്ങ് വഴന്ന് പോവാത്ത രീതിയിൽ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ വഴന്ന് വന്നിട്ടാവുമ്പോൾ നമുക്ക് അടുപ്പ് ഓഫാക്കിയതിന് ശേഷം ഇത് ചൂട് പോകാനായിട്ട് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അങ്ങനെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് അത്യാവശ്യം ഒന്ന് ചൂട് പോയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ചിക്കനില്ല, ഞാൻ മിക്സീൻ്റെ ജാറിലിട്ടിട്ടൊന്ന് ക്രഷ് ആക്കി എടുത്തിട്ടുണ്ടേനു, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. ആ ഒരു വെജിറ്റബിൾസും ചിക്കനും എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കുക. അതിനുശേഷം ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം മയോണൈസ് ചേർത്ത് കൊടുക്കുക. മയോണൈസിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. മുട്ട ചേർത്തിട്ടും മുട്ട ചേർക്കാണ്ടും എല്ലാം ഉള്ള മയോണൈസിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂണോളം കെച്ചപ്പ്, 1 ടേബിൾ സ്പൂണോളം ചില്ലി സോസും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ച് ജലാപ്പീനോ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അധികം എരിവില്ലാത്തൊരു മുളകാണിത്. ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയതാണ്. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇത് കഴിക്കുന്ന സമയത്ത് ഇത് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ആ ഒരു ഉപ്പിലിട്ട ആ ഒരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, ഇല്ലെങ്കിൽ ഒഴിവാക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബാറ്റർ റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു മിക്സീൻ്റെ ജാറിലേക്ക് 2 മുട്ട പൊട്ടിച്ചത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ 1.5 കപ്പ് മൈദപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1.5 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഒട്ടും കട്ടകളില്ലാതെ ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. മിക്സീൻ്റെ ജാറിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ 1.5 കപ്പ് പൊടിക്ക് 2 കപ്പ് വെള്ളമാണ് നമ്മൾ ചേർത്തത് കേട്ടോ. 1.5 കപ്പ് മിക്സിയിൽ ചേർത്ത് കൊടുത്തു. പിന്നെ 1/2 കപ്പ് പിന്നീട് മിക്സിയിൽ ഒഴിച്ചിട്ട് മിക്സ് ആക്കിയിട്ട് അതും ചേർത്ത് കൊടുത്തു. അങ്ങനെ 2 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർത്തത്. ഇതാണ് നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി. ഈ ഒരു ലൂസിലാണ് വേണ്ടത്. ഒരുപാട് ലൂസുമല്ല, ഒരുപാട് തിക്കുമല്ല. ആ ഒരു രീതിയിൽ ഈ ഒരു രീതിയിൽ റെഡിയാക്കി എടുക്കുക. ഇനി നമുക്ക് ദോശ റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. ഇതുപോലെ ഒരു ടിഷ്യൂ വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് സ്പ്രെഡാക്കിയതിന് ശേഷം നമ്മൾ റെഡിയാക്കിയ ബാറ്ററിൽ നിന്നും ഒരു കയ്യിൽ
ഒരു കയ്യിലും കുറച്ചും ബാറ്റർ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. ഒരുപാട് കനം കുറച്ചിട്ടുള്ള ദോശയല്ല നമ്മൾ ചുട്ടെടുക്കുന്നത്, അതുപോലെ ഒരുപാട് കട്ടിയിലുള്ള ദോശയല്ല, ഒരു മീഡിയം സൈസിലുള്ള ദോശയാണ് ചുട്ടെടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മുകൾ ഭാഗമൊക്കെ ഒന്ന് സെറ്റായി ദോശ ചെറുതായിട്ട് പാനിൽ നിന്ന് വിട്ട് വരുന്നത് കാണുമ്പോൾ നമുക്ക് എടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ പ്ലേറ്റിലേക്ക് വെക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് മറിച്ചിട്ടിട്ട് വേണം കേട്ടോ വെച്ച് കൊടുക്കാൻ. അല്ലെങ്കിൽ ബാക്കിയുള്ളത് നമ്മൾ ചുട്ടിട്ട് അതിൻ്റെ മുകളിലിടുമ്പോൾ ഒട്ടിപ്പിടിച്ചതുപോലെ ഉണ്ടാവും. അതുകൊണ്ട് ഇങ്ങനെ മറിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒട്ടിപ്പിടിച്ച ആ ഒരു രീതിയിൽ ഉണ്ടാവില്ല. അങ്ങനെ ബാറ്റർ മുഴുവനും നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ ചുട്ടെടുക്കാം. അതിന് ശേഷം ബാറ്റർ ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ സെറ്റായി എന്ന് കാണുമ്പോൾ എടുത്തിട്ട് പ്ലേറ്റിലേക്ക് മാറ്റുക. അങ്ങനെ എല്ലാം ഞാൻ ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോന്നും ഇതുപോലെ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക. നേരെ പകുതിയായിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ആ ഒരു ഫില്ലിങ്ങിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ളത്ര ഫില്ലിങ്, ഒരുപാട് വേണ്ട എന്നാലും അധികം കുറവും വേണ്ട, 1-2 ടേബിൾ സ്പൂണോളം ഫില്ലിങ് ഇതുപോലെ നടുവിലായിട്ട് വെച്ച് കൊടുക്കുക. ഇങ്ങനെ വെച്ചതിന് ശേഷം കുറച്ച് മൊസറല്ല ചീസ് എടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ചീസ് നിർബന്ധമൊന്നുമില്ല, പക്ഷേങ്കിൽ ചീസും കൂടെ ചേരുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. കയ്യിൽ ചീസ് ഉണ്ടെങ്കിൽ മൊസറല്ല ചീസോ അല്ലെങ്കിൽ സ്ലൈസ് ആയിട്ടുള്ള ചീസോ അങ്ങനെ ഏതെങ്കിലും ചീസ് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ ഒരു ഭാഗത്ത് നിന്ന് മടക്കുക. എന്നിട്ട് മറ്റേ ഭാഗത്തു നിന്നും ഈ ഒരു രീതിയിലൊന്ന് മടക്കിയെടുക്കുക. ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്താൽ മതി. അങ്ങനെ ഒരെണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒട്ടിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒരു രീതിയിൽ വെക്കുക. അങ്ങനെ ഒരെണ്ണം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ദോശ മുഴുവനും നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഒരെണ്ണം കൂടെ ഞാൻ കാണിച്ചു തരാം. ദോശന ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് നടുവിലായിട്ട് ഇതുപോലെ കുറച്ച് ഫില്ലിങ് വെച്ച് കൊടുക്കുക. അതിനുശേഷം കുറച്ച് ചീസ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു ഭാഗത്ത് നിന്ന് ഇതുപോലെ ഇങ്ങനെ ഒന്ന് മടക്കിയതിന് ശേഷം മറ്റേ ഭാഗത്തു നിന്നും ഈ ഒരു രീതിയിലൊന്ന് മടക്കിയെടുക്കുക. അങ്ങനെ എല്ലാം ഫില്ലിംഗ് എല്ലാം വെച്ചിട്ട് ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ബട്ടർ ഉണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി. ബട്ടർ നന്നായിട്ടൊന്ന് മെൽറ്റായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ആ ഒരു സ്നാക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഒന്നിക്കിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് മുട്ട ബീറ്റ് ചെയ്തിട്ട് അതിലൊന്ന് മുക്കിയെടുത്തതിന് ശേഷം വെച്ച് കൊടുക്കുക. അത് ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം അതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ മുട്ടയൊന്നും മുക്കുന്നില്ല, മുട്ട മുക്കാതെ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ പാനിലേക്ക് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചു മറിച്ച് കൊടുത്തിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കണം. അപ്പോൾ ഒരു 2-3 മിനിറ്റോളം ഒരു ഭാഗം വെക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഒരു 2-3 മിനിറ്റോളം വെക്കുക. എന്നിട്ട് വീണ്ടും ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോഴത്തേക്ക് നന്നായിട്ട് 2 ഭാഗവും മൊരിഞ്ഞ് കിട്ടും. ഓൾറെഡി ഇതെല്ലാം വെന്തതാണ്. ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു ചീസ് ഒന്ന് മെൽറ്റായി വരണം, അതുപോലെ ഈ മുകൾ ഭാഗമൊക്കെ ഒന്ന് മൊരിഞ്ഞ് കിട്ടണം. ആ ഒരു ടൈമേ വേണ്ടൂ. അപ്പോൾ പെട്ടെന്ന് ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ റെഡിയായി കിട്ടും. അപ്പോൾ തിരിച്ചു മറിച്ച് വിട്ടിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് ചൂടോടെ തന്നെ ഈ ഒരു പാനിൽ നിന്ന് എടുത്തിട്ട് സെർവിങ് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ചീസെല്ലാം ചേർത്തത് കൊണ്ട് തന്നെ ചൂടോടെ തന്നെ കഴിക്കുക. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.